പാഠം 1033. ചില വിജയങ്ങളുടെ കഥ. ഹലോ, വിദ്യ, ഇതെന്താ രാവിലെ കോളോ? എനിക്കാ? എന്താണ് തെളിച്ചു പറ വിദ്യ. ഓ, എനിക്കറിയാം. അതെയോ? ആഹാ, അത് കൊള്ളാലോ. പക്ഷേ സുദർശന സാർ നമ്മളെ പോലുള്ളവരെയൊക്കെ വെച്ച് കേസ് വാദിക്കോ? ഓ, അങ്ങനെ വേണമെങ്കിൽ സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടുവരും. അതെയോ? നിന്നോട് ആരാ പറഞ്ഞത്? പക്ഷെ മോഹനേട്ടനോട് ഇക്കാര്യം പറഞ്ഞതേയില്ല. ഓ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. പക്ഷെ മോഹനേട്ടന്റെ സ്വഭാവം നിനക്കറിയാലോ. എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ മോഹനേട്ടൻ അത് സമ്മതിക്കൂല. എനിക്കറിയാം. പക്ഷേ എന്തായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ശരി. വില്ലേജ് ഓഫീസർക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പത്രത്തിൽ വിശേഷങ്ങളല്ല വരുന്നത്, വാർത്തകളാണ്. അതെ, എന്തൊക്കെയുണ്ട് വാർത്തകൾ? നിനക്ക് മലയാളം വായിക്കാൻ അറിയില്ലേ? ഞാൻ വായിച്ചു കഴിയുമ്പോൾ ഈ പത്രം ദാ ഇങ്ങനെ വിളിച്ചു, അപ്പൊ നിനക്ക് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ എടുത്ത് വായിക്കും. അതെ, മോഹനേട്ടന്റെ സുദർശൻ സാറിനെ അറിയാമോ? ഏത് സുദർശൻ സാർ? ടൗണിൽ പ്രൈവറ്റ് ബാങ്ക് നടത്തുന്ന സുദർശൻ സാറ്. അറിയാം. മോഹനേട്ടൻ എന്തായാലും സമ്മതിക്കണം കേട്ടോ. നാട്ടിലെ വലിയ വലിയ ആളുകളെല്ലാം മോഹനേട്ടൻ അറിയാം. ഓരോരുത്തർ സുദർശൻ സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പിന്നാലെ നടക്കുകയല്ലേ. ഇതാണ് വില്ലേജ് ഓഫീസറായാലുള്ള ഒരു ഗുണം. വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് അടുപ്പുണ്ടാവും. അവരൊക്കെ ഓരോരോ കാര്യത്തിനായി മോഹനേട്ടനെ കാണാൻ വരില്ലേ. എന്തായാലും മോഹനേട്ടൻ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ് എന്ന കാര്യം നീ ഇപ്പോഴാണോ അറിയുന്നത്? അതല്ല, വില്ലേജ് ഓഫീസർ ആണെന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. പക്ഷേ സുദർശന സാറിനെ പരിചയമുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഇതാ നോക്കി, വിദ്യ വിളിച്ചു പറഞ്ഞപ്പോഴാ സംഭവം അറിയുന്നേ. വിദ്യ വിളിച്ചത് എന്താണെന്ന് അറിയാമോ? വിദ്യ എന്നെ അല്ലല്ലോ വിളിച്ചത്, നിന്നെയല്ലേ? ഓ അതെ, പറയാം. സുദർശന സാറിന്റെ ഏതൊരു കേസുണ്ടേ, നല്ലൊരു വക്കീലിനെ പുള്ളി അന്വേഷിച്ചോണ്ടിരിക്കുക. ഈ സുദർശൻ സാറിന്റെ കേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതൊരു വക്കീലിനും അതൊരു ഭാഗ്യല്ലേ. വിധി ഇപ്പൊ എന്നെ വിളിച്ചു പറയാ, ഭാമേ ഇങ്ങനൊരു കേസുണ്ട്, മോഹനകൃഷ്ണ സാർ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസ് നിനക്ക് കിട്ടും എന്ന്. ഞാനത് കേട്ടിട്ട് ഞെട്ടിപ്പോയി മോനട്ടാ. അല്ല, ഇത്രയും കൊള്ളാവുന്നൊരു കക്ഷിയെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ലല്ലോ, അല്ലേ? കക്ഷിയെ കിട്ടിയില്ലല്ലോ. ഇല്ല, പക്ഷെ മോഹനയുടെ ശുപാർശ ചെയ്താൽ എനിക്കത് കിട്ടുമല്ലോ. നീ പേടിക്കണ്ട, ഞാൻ ഒരിക്കലും ശുപാർശ ചെയ്യില്ല. മോനേട്ടോ, ഇങ്ങനൊരു അവസരം എല്ലാവർക്കും കിട്ടുന്നാണോ? മോഹനേട്ടൻ ഒന്ന് മനസ്സ് വെച്ചാ ആ കേസ് എനിക്ക് തന്നെ കിട്ടും. മോഹനേട്ടൻ ഒന്ന് ശുപാർശ ചെയ്താൽ ഉറപ്പായിട്ട് സുദർശൻ സാർ കേസ് എനിക്ക് തരുമെന്ന് വിദ്യ പറഞ്ഞത്. ഞാൻ ശുപാർശ ചെയ്യില്ല. തമാശ പറയല്ലേ? തമാശയല്ല. ഞാൻ നിന്റെ പേര് ശുപാർശ ചെയ്യുകയും നീ ആ കേസ് വാദിച്ച് തോൽക്കുകയും ചെയ്താൽ എന്റെ മാനം പോയില്ലേ? അതുകൊണ്ട് ആ ആഗ്രഹം മനസ്സിൽ വെച്ചേക്കണ്ട. നിനക്ക് കേസ് പിടിച്ചു തരുന്നത് എന്റെ ജോലിയല്ല. ഇതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, കൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടാവും, വീട്ടിലിരിക്കുന്ന 10 പൈസ ഗുണം ഉണ്ടാവില്ലെന്ന്. നീ എന്താ ചാടിത്തൊലി കളിച്ചതിനർത്ഥം? എന്ത്? എന്നെ കൊണ്ട് നാട്ടുകാർക്ക് മാത്രമേ ഉപകാരമുള്ളൂ, നിനക്കൊരു ഉപകാരവും ഇല്ല എന്ന്. അതെ, ഞാൻ പറഞ്ഞത് സത്യമല്ലായിരുന്നു. മോഹനേട്ടൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഇവിടുന്ന് ഇറങ്ങില്ലേ?
ഒരു മിനിറ്റ് പോലും അതിൽ വൈകില്ല. ആഫീസ് ചെല്ലുമ്പോ മുതൽ ജോലി ചെയ്യും. നാട്ടുകാർ എന്ത് കാര്യമായിട്ട് വന്നാലും മോഹനേട്ടൻ അവരെ സഹായിച്ചു കൊടുക്കും. മോഹനേട്ടന്റെ ജോലിയുടെ കാര്യമല്ലാത്ത കാര്യമാണെങ്കിലും മോഹനേട്ടൻ അവരെ സഹായിക്കും. എന്ത് കാര്യം? ഈ നാട്ടുകാർ മുഴുവൻ സ്ഥലം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോ സ്ഥലം വിളക്കം വിളിക്കുന്നത് മോഹനേട്ടനല്ലേ? അത് മോഹനേട്ടന്റെ ജോലിയാണോ? ആണോ? എന്നിട്ട് മോഹനേട്ടൻ പോയിട്ട് സഹായിച്ചു കൊടുക്കും. അതിനൊന്നും 1 രൂപ പോലും മോഹനേട്ടൻ പ്രതിഫലം വാങ്ങാറുമില്ല. ചുരുക്കി പറഞ്ഞ നാട്ടുകാർക്ക് ഇവിടെ മോഹനേട്ടനോട് ഉപകാരമുണ്ട്. എന്റെ ഒരു ചെറിയ കാര്യം വരുമ്പോൾ മോഹനേട്ടൻ എന്നെ സഹായിക്കില്ല. ഞാൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് ആഫീസിൽ പോകുമെന്ന് നീ പറഞ്ഞത് ശരിയാണ്. വൈകിട്ട് ആഫീസ് സമയം കഴിഞ്ഞേ അവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ എന്ന് പറഞ്ഞതും ശരിയാണ്. ഇതിനിടയിലുള്ള സമയം സത്യസന്ധമായും ആത്മാർത്ഥമായും ജോലി ചെയ്യുകയുമാണ്. അങ്ങനെ ജോലി ചെയ്യുന്നതിനാണ് സർക്കാർ എനിക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ആ ശമ്പളം കൊണ്ടാണ് നമ്മൾ ഇവിടെ സുഖമായി ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ നിനക്ക് ഞാൻ ഒരു സഹായവും ചെയ്യാറില്ല എന്ന് പറഞ്ഞത് എങ്ങനെ ശരിയാകും? വീട്ടു സാധനങ്ങൾ വാങ്ങുന്നത് ഞാനല്ലേ? ഇടയ്ക്കിടയ്ക്ക് നിനക്ക് പുതിയ പുതിയ ചുരിദാർ വാങ്ങാൻ പൈസ തരുന്നത് ഞാനല്ലേ? എത്രയോ പ്രാവശ്യം നിന്റെ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ ഞാൻ പൈസ തന്നിട്ടില്ലേ? കൊള്ളാം, നല്ല കണക്കാട്ടാ, ഒന്നാന്തരമായിട്ടുണ്ട്. അതെ, എനിക്ക് ഒരു തൊഴിലുണ്ട്. ഒരുപാട് കേസും കിട്ടാറുണ്ട്. ആ കേസൊക്കെ വാദിക്കുന്നതിന് എനിക്ക് ഫീസും കിട്ടാറുണ്ട്. അതെല്ലാം ആരുടെ കയ്യിലേക്ക് ഞാൻ കൊണ്ടു തരാറുള്ളത്. ഇനിയിപ്പൊ എങ്ങനെ നോക്കിയാലും കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ മോഹനേട്ടൻ എനിക്ക് വേണ്ടി ചെലവാക്കിയതിനെക്കാട്ടിൽ കൂടുതൽ കാശ് ഞാൻ മോഹനേട്ടനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ നിനക്ക് ചുമ്മാ തോന്നുന്നതാ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പ്രശ്നം ഇതല്ലല്ലോ. നിനക്ക് ഏതോ ഒരു കേസ് ഞാൻ പിടിച്ചിടണമെന്നല്ലേ നീ പറഞ്ഞത്? മോഹനേട്ടൻ വിചാരിച്ച അത് നടക്കും. ഞാൻ വിചാരിച്ച നടക്കുമല്ലേ? പക്ഷെ ഞാൻ വിചാരിക്കില്ല. ആമേ, സ്വന്തം കഴിവും സാമർഥ്യവും കൊണ്ട് വേണം നമ്മൾ ജീവിതത്തിൽ ഉയരാൻ. അല്ലാതെ മറ്റുള്ളവരുടെ ശുപാർശ കൊണ്ട് കേസ് ഇടുന്നത് എന്താണ് കാര്യം? നിന്നെ ഒരു കേസ് ഏൽപ്പിച്ചാൽ അത് ജയിക്കുമെന്ന് ഉറപ്പാകുമ്പോൾ കക്ഷികൾ നിന്നെ അന്വേഷിച്ച് ഇവിടെ കയറി വരും. അതുകൊണ്ട് ആദ്യം നമ്മൾ കഴിവ് തെളിയിക്കാൻ നോക്കണം. ഇത് മോഹനേട്ടൻ ഒരു പ്രയാസമില്ലാത്തൊരു കാര്യമല്ലേ? എനിക്കാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടാവുകയും ചെയ്യും. ഇന്നുവരെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ നിന്റെ സഹായം ചോദിച്ചിട്ടുണ്ടോ ഭാമേ? എന്നെ കാണാൻ വില്ലേജ് ഓഫീസിൽ വരുന്ന ആരെയെങ്കിലും നീ പറഞ്ഞു വിട്ടതാണോ? എല്ലാവരും എന്നെ കാണാൻ തീരുമാനിച്ചു വരുന്നവരാണ്. മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസറല്ലേ? വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ വില്ലേജ് ഓഫീസറെ കണ്ടല്ലേ നടക്കുള്ളൂ. അതുപോലെയാണോ ഞങ്ങൾ വക്കീലന്മാര്? അതുപോലെ ആകണം. അതിന് കഠിനാധ്വാനം ചെയ്യണം. എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. കണ്ണി ചോരല്ല ദുഷ്ട. ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. സത്യഭാമയാണോ? അതെ. ആര്? ഞാൻ PK ലോനപ്പൻ, PWD കോൺട്രാക്ടറാ. എനിക്കറിയാം. സദാനന്ദ സാർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ പുതിയ പാലത്തിന്റെ ആർബിട്രേഷൻ കേസ് ബാധിച്ചത് സദാനന്ദ സാർ ആയിരുന്നല്ലോ. അതെ അതെ അതെ. എന്റെ കേസുകളൊക്കെ പതിവായിട്ട് വാദിക്കുന്നത് അഡ്വക്കേറ്റ് സദാനന്ദനാ. എന്താ സാർ ഇപ്പൊ വിളിച്ചത്? ഒരു പുതിയ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അഡ്വക്കേറ്റ് സദാനന്ദനെ വിളിച്ചത്. അപ്പൊ പുള്ളിക്കാരൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു. അതെ സാറ് ഹൈക്കോടതിയുടെ ഒരു കേസിന്റെ കാര്യത്തിനായിട്ട് പോയിരിക്കുക. വരാൻ എന്തായാലും ഒരാഴ്ചയെങ്കിലും ആകും. പക്ഷേ എനിക്ക് അത്രയും കാത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു പോംവഴി ചോദിച്ചപ്പോ അഡ്വക്കേറ്റ് സദാനന്ദൻ സത്യഭാമയുടെ പേരാ പറഞ്ഞത്. കൂട്ടത്തിൽ ഏറ്റവും മിടുക്കി സത്യഭാമയാണെന്നും സത്യഭാമയെ ഏൽപ്പിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലെന്നും പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ സത്യഭാമയെ കാണാൻ വീട്ടിലേക്ക് വരിക. കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. വീടറിയാമോ സാറിന്? അതെന്ത് ചോദ്യമാ? ഞാൻ ഈ നാട്ടുകാരനല്ലേ. അത് മാത്രമല്ല, നിങ്ങളുടെ വീടിന്റെ മുന്നിലുള്ള റോഡ് ടാർ ചെയ്യിച്ചത് ഞാനല്ലേ. അപ്പൊ പിന്നെ എനിക്ക് സ്ഥലം അറിയായിരിക്കും. അപ്പൊ ശരി സാർ, എത്ര മണിയാകുമ്പോഴേക്കും എത്തുമായിരിക്കും? ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ആയിക്കോട്ടെ. പിന്നെ
ചായയും കാപ്പി ഒന്നും വേണ്ട. വന്ന് കാര്യങ്ങൾ സംസാരിച്ച് സത്യഭാമയെ ഏൽപ്പിച്ചാൽ എനിക്ക് ഉടനെ തിരിച്ചു പോണം. ഓ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഈശ്വരോ, നീ എന്നോട് കൂടിയാ? ലോനപ്പ സാറിന്റെ കേസ് കിട്ടുക എന്ന് പറഞ്ഞത് ലോട്ടറി അല്ലേ? വിദ്യന്ന് വിളിക്കാം. വിദ്യ, ഞാനാ. കോൺട്രാക്ട് ലോനപ്പ സാറിന്റെ പുതിയൊരു കേസിന്റെ കാര്യമില്ലേ, അതെന്താണെന്ന് വല്ല പിടിയുണ്ടോ? ആ അതെയാ, ഉറപ്പാണല്ലോ. രക്ഷപ്പെട്ടു. സദാനന്ദൻ സാറിന് സമയമില്ലാത്തോണ്ട് എന്റെ പേര് പറഞ്ഞുന്ന്. ലോനപ്പ സാർ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. ആന്ന്. ഓ, അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. സുദർശൻ സാറിന്റെ കേസ് മോഹനോട് ശുപാർശ ചെയ്തിട്ട് കിട്ടും. സ്വന്തം കഴിവുകൊണ്ട് കേസ് പിടിക്കാമെങ്കിൽ പിടിച്ചാ മതിയെന്ന്. വിദ്യ, വില്ലേജ് ഓഫീസറോട് എനിക്ക് ചെറിയൊരു കണക്ക് തീർക്കാനുണ്ട്. ലോനപ്പ സാർ വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? മോനെ മോഹനേട്ടാ, ദൈവം ഇത്തവണയും എന്റെ കൂടെ തന്നെയാണ്. എനിക്ക് മോഹനേട്ടന്റെ സഹായം വേണ്ട. സുദർശൻ സാറിന്റെ കേസ് കിട്ടിയില്ല എങ്കിൽ എനിക്ക് പുല്ലാണ്. അതിനെക്കാട്ടിലും നല്ല ഒന്നാന്തര കേസാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. PWD കോൺട്രാക്ടർ ലോനപ്പ സാറിനെ മോഹനേട്ടൻ അറിയാമോ? അറിയാം. അയാളൊരു പെരുങ്കള്ളന്, സർക്കാരിനെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഒരു കള്ളൻ. അതങ്ങനെ ആയിക്കോട്ടെ. അങ്ങേരുടെ ഒന്നാന്തരം ഒരു കേസ് എനിക്ക് കിട്ടിയെന്നറിഞ്ഞാൽ മോഹനേട്ടൻ എന്തു പറയും? തമാശയല്ല, വിളിച്ചത് ലോനപ്പൻ സാർ. അതൊക്കെ വിദ്യ വിളിച്ചു ചോദിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ലോനപ്പ സാർ വരുമ്പോ ഒന്ന് തയ്യാറിരിക്കാൻ വേണ്ടി അതെല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞു. സർക്കാർ ബില്ല് പാസാക്കിയിട്ടും ലോനപ്പ സാറിന് ഇതുവരെ കൊടുക്കാതിരിക്കുന്ന ഒരു 1.5 കോടി രൂപയുണ്ട്. വർഷം ഇപ്പോൾ 2 കഴിഞ്ഞു. അത് ഈടാക്കി തരണം എന്ന് പറഞ്ഞാണ് കേസ്. 1.5 കോടിയും 2 കൊല്ലത്തെ പലിശയും ചേർത്ത് 1,80,00,000 രൂപ. അത് ഞാൻ പുല്ല് പോലെ വാങ്ങിച്ചെടുക്കും. 2% കമ്മീഷനും ഞാൻ വാങ്ങും. 1,80,00,000 രൂപയുടെ 2% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 3,60,000 രൂപ. എന്താ മുണ്ടാട്ടം മുട്ടിപ്പോയാ? മോഹനേട്ടന്റെ 1.5 വർഷത്തെ ശമ്പളത്തിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാവും അത്. ആ കേസൊക്കെ ജയിക്കാനുള്ള സാമർത്ഥ്യം എനിക്കുണ്ട്. ഞാൻ കേസ് വാദിച്ച് ജയിച്ച് ഫീസ് വാങ്ങിക്കഴിയുമ്പോ മാമേ അതെന്റെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ വരുമല്ലോ. എനിക്ക് പറയാനുള്ളത് ഞാൻ അപ്പം പറഞ്ഞോളാം. പിന്നെ മോഹനേട്ടൻ എന്താ പറഞ്ഞത്? സ്വന്തം കഴിവുകൊണ്ട് വളരണം ഭാമേ എന്നല്ലേ? ഈ കേസിൽ എന്നെ ശുപാർശ ചെയ്തത് ആരാണെന്നറിയാമോ? സദാനന്ദൻ സാറാണ്. എന്റെ കഴിവിനെ പറ്റി മോഹനേട്ടന് മതിപ്പില്ലെങ്കിലും സദാനന്ദൻ സാറിന് അതുണ്ട്. മനസ്സിലായോ? നീ പറയുന്ന കേട്ടാൽ ഈ ലോനപ്പൻ എന്ന് പറയുന്ന ആൾ വല്ല. ഹലോ, അതെ, ഉണ്ട്, കൊടുക്കാം. മോഹനേട്ടാ, ഞാൻ ചോദിച്ചിട്ട്. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. സാറായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് പറ്റി രാവിലെ?
ആ എനിക്കറിയാം. ആ തഹസീൽ പറഞ്ഞിരുന്നു. അത് ശരി. ആഹാ. ആ ഭമേ, ഇപ്പൊ വിളിച്ചാരെന്നറിയാമോ? അതാരായാലും എനിക്ക് പ്രശ്നമല്ല. ലോനപ്പ സാറിന്റെ കേസ് എനിക്ക് കിട്ടുമെന്ന് വന്നത് മോഹനേട്ടനിൽ ചെറിയ ക്ഷീണമുണ്ടാക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ എന്നെ വിളിച്ചത് തഹസിൽദാറാണ്, കളക്ടറാണ്, റവന്യൂ മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹനേട്ടൻ വരും. എനിക്ക് ഇതൊന്നും കേൾക്കണ്ട. നീ പറയുന്ന കേട്ടാൽ ഈ ലോനപ്പൻ എന്ന് പറയുന്ന ആൾ വലിയ യോഗ്യനാണെന്ന് തോന്നുമല്ലോ. സർക്കാരിനെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഒരു തട്ടിപ്പുകാരൻ. നമ്മുടെ വീടിന് മുന്നിലുള്ള ആ റോഡ് ടാർ ചെയ്തിരിക്കുന്നത് അയാളാണ്. 6 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ ടാറിലാളെ പോയി. ടാറിങ് മോശമാണെങ്കിലേ അത് കണ്ടുപിടിക്കാൻ PWD എന്ന് പറയുന്ന ഒരു ഭയങ്കര സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അവരവരുടെ ജോലി ചെയ്യാതെ തന്നെ ലോനപ്പ സാറെന്ന് വിളിച്ചു. അതെങ്ങനെയാ? എന്താ? എല്ലാവർക്കും കൈക്കൂലി കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു കള്ളനാണല്ലോ ഈ ലോനപ്പൻ. അതായത് കൈക്കൂലി കൊടുത്ത ആളാണ് പ്രശ്നക്കാരൻ, വാങ്ങിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം മഹാന്മാരും. കൊള്ളാം. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല, കാരണം നിനക്ക് വിവരമില്ല. ഓ ആ ഭാമേ, ഇപ്പൊ എന്നെ വിളിച്ചാരെന്ന് നിനക്കറിയാമോ? എനിക്കറിയണ്ട, നീ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മോഹനേട്ടൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഹനേട്ടന് മാത്രം പ്രശ്നമല്ലേ? ഇതാന്റെ കുഴപ്പം. നിനക്ക് തോന്നും പോലെ ഇവിടെ ഓരോന്നും നടക്കും. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടോളണം. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നീ തയ്യാറുമല്ല. ഇപ്പൊ എന്നെ വിളിച്ചത് എനിക്ക് കേക്കണ്ടെന്ന് പറഞ്ഞ കേക്കണ്ട. ആ മോഹനേട്ടൻ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഹനേട്ടന്റെ പ്രശ്നമാണ്. ഇനി മേലിൽ ഞാൻ മോഹനേട്ടന് ഒരു സഹായം ചോദിച്ചോണ്ട് വരില്ല. ആ ലോനപ്പ സാറായിരിക്കും. അതെ, ഞങ്ങൾ കേസിന്റെ കാര്യം സംസാരിക്കും. അതിനകത്ത് കയറി അലമുണ്ടാക്കിയാൽ സംഗതി ആകെ പ്രശ്നവും. നമസ്കാരം. നമസ്കാരം സാർ. ലോനപ്പ സാറായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു. സാർ പറഞ്ഞ സമയത്ത് തന്നെ എത്തിട്ടോ. മോഹനേട്ടാ, സാർ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ ഒന്നും വേണ്ട, ഞാനാണെങ്കിൽ ഭയങ്കര തിരക്കില്ല. പിന്നെ ഇതുവഴി പോയതുകൊണ്ട് ഇവിടെ വന്ന് സത്യഭാമയെ ഒന്ന് കാണാമെന്ന് കരുതി. ഓ, കാര്യങ്ങളുടെ ഒരു സൂചന തന്ന സത്യഭാമയ്ക്ക് എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാമല്ലോ. മോഹനേട്ടാ, ലോനപ്പ സാറ്. സാറിനെ കാണാൻ ഞാൻ വില്ലേജ് ഓഫീസിലൊന്ന് വരുന്നുണ്ട്. ആ ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് വശത്ത് കിടക്കുന്ന ആ 30 സെന്റ് ഞാനങ്ങ് വാങ്ങി. നാളെ അഡ്വാൻസ് കൊടുക്കുക. അതിനു മുമ്പ് വില്ലേജ് ഓഫീസിൽ വന്ന് തണ്ടപ്പേര് രജിസ്റ്റർ ഒന്ന് നോക്കണം. അപ്പൊ സത്യഭാമേ, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് വക്കീൽ ഓഫീസിലോട്ട് വരാം. അപ്പോഴേക്കും സത്യഭാമ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചാ എനിക്ക് എളുപ്പമായിരുന്നേ. സമയക്കുറവുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അയ്യോ, അതൊന്നും കുഴപ്പമില്ല സാർ. സാറിനെ പോലെ ഒരാളുടെ കാര്യത്തിന് വേണ്ടി കുറച്ച് തിരക്ക് കൂടുതൽ എന്താ പ്രശ്നം? ഞങ്ങളെപ്പോലുള്ളവർക്ക് അതൊക്കെ ഒരു സന്തോഷമാണല്ലോ. സാധാരണ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് സാധാരണ വക്കീല. പക്ഷേ പുള്ളിക്കാരന് തിരക്കായി പോയി. പകരം കൊള്ളാവുന്ന ഒരാളിന്റെ പേര് ഞാൻ പറയാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ സത്യഭാമയുടെ പേരാ പറഞ്ഞത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി സത്യഭാമ ആള് മിടുക്കിയാണെന്ന്. പിന്നെ ഒട്ടും താമസിച്ചില്ല, സദാനന്ദ വക്കീലിന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി അപ്പോഴേ വിളിച്ചു. ഓ, എന്റെ ഭാഗ്യം. ഇതാ, ഇത് ആധാരത്തിന്റെ പകർപ്പും മുൻ ആധാരത്തിന്റെ പകർപ്പുമാണ്. കരം തീർത്ത രസീത് ചോദിച്ചപ്പോ അവരുടെ ഇല്ല. അല്ല, ഈ കേസിന്റെ കാര്യത്തിന് ഇതൊക്കെ എന്തിനാണ്? കേസല്ലല്ലോ, നാളെ ആ 30 സെന്റിന് ഞാൻ അഡ്വാൻസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഒരു എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. എഗ്രിമെന്റ് എനിക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്നാലും ഇത്തരം കാര്യങ്ങൾ ഒരു വക്കീല് തന്നെ ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. ഞാൻ ഉച്ചയാകും വന്നേക്കാം.
അപ്പോഴേക്കും ഈ എഗ്രിമെന്റ് ഒന്ന് റെഡിയാക്കി വെച്ചാ മതി. മുദ്രപത്രത്തിനുള്ള പൈസ ഞാൻ ഇപ്പൊ തരണോ അതോ പിന്നെ തന്നാ മതിയോ? എന്തായാലും ഇതിരിക്കട്ടെ. 100 രൂപയുടെ മുദ്രപത്രം മതിയല്ലോ, ബാക്കി ഫീസായിട്ട് വെച്ചോ. ശരി അപ്പൊ. ശരി സാറേ. ആകെ ലോനപ്പൻ സാറിന് കിട്ടാനുള്ളത് 1.5 കോടി. അതിന്റെ പലിശ കൂടി ചേർക്കുമ്പോൾ 1,80,00,000 രൂപ. അതിന്റെ 2% കമ്മീഷൻ, അതായത് 3,60,60,000 രൂപ. ഇതിപ്പോ 500 രൂപ ഉണ്ടല്ലേ? ബാക്കി 3,59,500 രൂപ എപ്പോ കിട്ടും? എനിക്ക് കേട്ടാല എന്തോട്ടെ ഇറങ്ങിപ്പോയോ? ഇനിയെങ്കിലും ആ ഫോൺ വിളിച്ച് ആരാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത് സുദർശനൻ സാറായിരുന്നു. നിന്നെ കേസേൽപ്പിക്കുന്നതിനെ പറ്റി സംസാരിക്കാനാണ് അദ്ദേഹം വിളിച്ചത്. സത്യം സത്യം. അത് പറയാൻ നീ സമ്മതിച്ചോ? അയ്യോ സോറി മോനേട്ടാ. ഞാൻ ശുപാർശ ഇട്ടൊന്നുമല്ല, നിന്റെ സാമർഥ്യത്തെ പറ്റി അറിഞ്ഞിട്ട് തന്നെയാണ് സുദർശൻ സാർ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ വേണം കേസ് കിട്ടാൻ. എഴുതിക്കാൻ വന്നിരിക്കുന്നത് അത് ഞാൻ എന്തിനാണ് എഴുതി കൊടുക്കില്ല. എനിക്ക് സുദർശൻ സാറിന്റെ കേസുണ്ടല്ലോ. ചിലപ്പോൾ വക്കീലിന്റെ കണക്ക് കൂട്ടലും തെറ്റിപ്പോവാറുണ്ട്. ലോനപ്പൻ സാറിന്റെ കേസ് വാദിച്ച് ലക്ഷപ്രഭുവായി ഭർത്താവിന്റെ മുമ്പിൽ വിലസുന്ന കഥയോർത്ത് കുറച്ച് ആവേശം കാണിച്ചുപോയി. സാരമില്ല, ഒന്ന് പോയെങ്കിലും വേറൊന്ന് കിട്ടിയല്ലോ എന്ന ആശ്വാസത്തിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.